നമസ്കാരം. അങ്ങനെ കാർത്തിക് സുബ്ബരാജും സൂര്യയും ഒന്നിക്കുന്ന റെട്രോ കണ്ടിറങ്ങിയിരിക്കുകയാണ്. കങ്കുയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ വെച്ച ഒരു പടമാണ് നമ്മുടെ ഈ കാർത്തിക് സുബ്ബരാജിൻ്റെ റെട്രോ എന്ന് പറഞ്ഞ പടം. കാരണം കാർത്തിക് സുബ്ബരാജിൻ്റെ മുൻകാല പടങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് ഈ ഒരു പടത്തിലും പുള്ളിക്കാരൻ്റെ ആ രീതി നിലനിർത്തുമെന്നുള്ളതിൽ. അതിൽ വ്യക്തമായ ഒരു പൊളിറ്റിക്സ് പറയും, നല്ല രീതിയിലുള്ള റൊമാൻസ് കാര്യങ്ങൾ, ഫൈറ്റ്, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളൊരു പടങ്ങളായിരിക്കും നമ്മുടെ കാർത്തിക് സുബ്ബരാജ് ഒരുക്കുന്നത്. പക്ഷേ റെട്രോയിലേക്ക് വന്നപ്പോൾ അത് വളരെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. ഈ പടം വൺ ടൈം വാച്ചബിളാണ്. വലിയൊരു ഇതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം അങ്ങനെയുള്ള ഇതൊന്നുമല്ല, വേണ്ടവർക്ക് കാണാം. ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലെ ഈ റൊമാൻസ് സീനുകളാണ്, ലവ് സീനുകളാണ്. ഒരിക്കലും കണക്റ്റ് ആവാതെ വെറും പറയുമല്ലോ മലങ്കൾട്ട് എന്നൊക്കെ. നമ്മളിങ്ങനെ ഇരിക്കുക, അമ്മയുടെ ചിത കൊളുത്തി, നായകൻ്റെ ചെറുപ്പകാലത്ത് ചിത കൊളുത്തി, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ കൊണ്ട് കല്യാണം കഴിച്ചു, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് കണക്റ്റ് ആവുന്നില്ല. പക്ഷെ ഇവരെന്തൊക്കെയോ ഇതിനകത്ത് കാണിച്ചു കൂട്ടുന്നുണ്ട്. അതൊന്നും നമുക്ക് വേറെ അരോചകമായിട്ട് തോന്നുകയാണ്. നമ്മുടെ ഈ പൂജ ഹെഗ്ഡെയുടെ നായകൻ്റെ അഭിനയവും പിന്നെ ആ രീതിയൊക്കെ നമുക്ക് അങ്ങനെ ഭയങ്കര രീതിയിൽ ഇതാവുകയാണ്. പിന്നെ ഇതിൽ ജോജു ജോർജ് നല്ല രീതിയിൽ അഭിനയിച്ചു. പിന്നെ നമ്മുടെ മലയാളത്തിലെ വില്ലൻ ഉണ്ടല്ലോ, നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പുള്ളിക്കാരൻ കൊള്ളായിരുന്നു. ഇതിൽ സൂര്യയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഈ റൊമാൻസ് പിന്നെ നമ്മുടെ ആക്ഷൻ ഡ്രാമ, ഇതാണല്ലോ ഈ പടം. പക്ഷേ ആക്ഷൻ അടിപൊളിയായിരുന്നു, റൊമാൻസ് ഒരിക്കലും വർക്കൗട്ടാവാത്ത രീതിയിൽ. നമ്മുടെ ഏതൊരു സിനിമയിൽ അമ്മപ്പാസം വർക്കായിട്ടുണ്ടായില്ലല്ലോ, നമ്മുടെ അതേപോലെ ഉണ്ട് ഇതിൽ ലവ് വർക്കൗട്ടാവാതെ. ഇത് പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഇങ്ങനെ കഥകൾ ഇവരിൻ്റെ ലവിൻ്റെ, പിന്നെ അതിനെ ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ്റെ ആ ദേഷ്യം, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് പിന്നെ അഫയറിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഒരു ലവ് സീൻ ഒഴിച്ചിട്ട് ബാക്കിയ കഥ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ പോയത് തന്നെ. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോയതിൽ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും നമുക്ക് പേഴ്സണലി കിട്ടിയില്ല. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് മ്യൂസിക്, സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കും ആക്ഷനും മാത്രം ഇതിൽ കൊള്ളായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെറും മലങ്കൾട്ട് എന്ന് തന്നെ പറയാം. നമ്മളിങ്ങനെ ഭയങ്കര അരോചകമായിട്ട് ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിൽ വരെ ഒരു വിധം ഇങ്ങനെ കണ്ടിരിക്കും. ഇൻ്റർവ്യൂവിന് ശേഷം പിന്നെ കയ്യിൽ നിന്ന് പോയി, വേറെ ഏതോ തലത്തേക്ക് പോയി. പറയല്ലോ, കാർത്തിക് സുബ്ബരാജിന് ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഒരു രാഷ്ട്രീയമാണ് ഈ ഒരു പടത്തിൽ കാണിക്കുന്നത്. അത് ഇത്ര ഇതിൽ കാണിക്കുന്നു, ഇത്രയും വലിയൊരു പടത്തിൽ ഈ ഒരു ലെവലിൽ ആ ഒരു ഇത് കാണിക്കുന്നുള്ളൂ. ആ ഒരു രാഷ്ട്രീയം അതെന്ന് പറഞ്ഞ ഒരു ദ്വീപിലെ കുറച്ച് അടിമത്തം, അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർ, അവരെ രക്ഷിക്കാൻ വരുന്നത്, ഇങ്ങനെ ഈ ഇതാണ് ഈ മെയിൻ ലൈന്. പക്ഷെ അതിങ്ങനെ അവിടെ തൊട്ട് പറഞ്ഞു വന്ന കഥ ഇങ്ങനെ പോയി അവസാനം ഈ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് വേറൊരു സിനിമയായിട്ടാണ് ഇത് തോന്നിയത്. പുലി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിജയൻ്റെ, അത് അന്ധകാലത്തിൽ നടക്കുന്നു, ഇത് അന്ധകാലത്ത് നടക്കുന്നു. ഇന്ധകാലമല്ല, കൊഞ്ചം കൂടി താഴെ ആ രീതിയിൽ നടക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അതിലെന്താ കഥ? സ്നേഹിക്കണു, പേടിത്തൊണ്ടനായ ഒരു നായകൻ, ഇതിൽ കുറച്ച് വില്ലനിസം ഉണ്ടാവും. നായിക വരുന്നു, സ്നേഹിക്കുന്നു, പിന്നെ അവിടുത്തെയുള്ള മെയിനായിട്ടുള്ള ആൾക്കാർ ഇവിടെയുള്ളതിനെയൊക്കെ അടിച്ചമർത്തുന്നു, അതിനെ കൈവെട്ടുന്നു, കാല് വെട്ടുന്നു. പിന്നെ നായകനെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോകുമ്പോൾ നായകൻ രക്ഷിക്കാൻ പോകുന്നു. അവിടെ നിന്ന് രക്ഷിക്കാൻ പോകുന്ന സമയത്താണ് അറിയുന്നത് നീ അവിടത്തുകാരനാണ്, നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അറിയുന്നത് വില്ലനെ കൊണ്ട് തിരിച്ചു വരും. തന്നെയല്ലേ സെയിം പാറ്റേൺ ആണ് ഇതിൽ, വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഒരു പുലി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടവും കൂടി കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ, പക്ഷേ എടുത്ത രീതി മാത്രം മാറ്റമുണ്ടെന്നേ ഉള്ളൂ. അതിൽ പ്രഭുവിൻ്റെ കൈവെട്ടുന്നു, ഇതിൽ ജോജുവിൻ്റെ കൈവെട്ടുന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ ഇതിൽ വമ്പൻ സെറ്റപ്പോ വമ്പതൊന്നുമില്ല. ജസ്റ്റ് ആ പുതിയ ലുക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ട്രെയിലറൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കണ്ടപ്പോൾ വമ്പൻ സെറ്റപ്പാണെന്ന് വിചാരിച്ചു. ഒരു കാര്യമില്ല. ഞാൻ ചില സീനുകൾ നമുക്ക് ചിരിക്കാനുണ്ട്, ചില സീനുകൾ വാവ് എന്ന് പറയാനുണ്ട്. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു കയ്യടിക്കോ ഒരു വാവ് പറയേണ്ട ഫാക്ടറോ ഈ ഒരു പടത്തിനകത്ത് ഇല്ല. ഇൻ്റർവ്യൂവിന് ശേഷം ഒന്ന് തന്നെയുള്ളതാണ് വാസ്തവം. ഇങ്ങനെ കുറേ കാണിച്ചു കൂട്ടുന്നത് നമ്മളിങ്ങനെ കണ്ടിരിക്കാമെന്നല്ലാതെ കാർത്തിക് സുബ്ബരാജിൻ്റെ ഒരു പടമോ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഒരു പാറ്റേണോ ഇതിൽ കാണാൻ പറ്റിയില്ല. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല.
കാരണം അത് പറഞ്ഞത് ഈ പറഞ്ഞ ലവ് ഉണ്ടല്ലോ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്, നമുക്ക് തട്ടിയോ ഒന്ന് അവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം, അങ്ങനെ ഒരു ഫീൽ ഈ പണ്ടാരക്കെട്ട് എങ്ങനെയെങ്കിലും തലേന്ന് പോയാൽ മതി എന്നുള്ളതായിരുന്നു പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു നമ്മുടെ മനസ്സിൽ പേഴ്സണലായിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. സിനിമോട്ടോഗ്രാഫി, ക്യാമറ വർക്ക്, പിന്നെ അതിൽ CG വർക്ക് ചെയ്തതായിക്കോട്ടെ, എല്ലാം പക്കയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറി ലൈനിൽ ഈ പറഞ്ഞു പോകണ ഈ ലവിൽ കൂടെ പോയിട്ട് ഒരു ആക്ഷനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഭയങ്കര ഇതിലാണ്. കാരണം നായകൻ ചിരിക്കില്ല, ചെറുപ്പം തൊട്ട് ചിരി വരില്ല, ചിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ളത് കാര്യം ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഒരിക്കലും ചിരി വരില്ല. കാരണം ഒരു നല്ല ഈ നായിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സംഘടനകളും ഈ വയലൻസും തീരെ ഇഷ്ടമല്ല. എന്ന് ഇവനാണെങ്കിൽ മെയിനായിട്ടുള്ള ഫാക്ടർ വയലൻസും കാര്യങ്ങളൊക്കെയാണ്. ഈ വയലൻസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പിന്നെ ലവിൽ വരുന്ന പ്രശ്നങ്ങൾ. ആ ലവിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കണക്റ്റ് ആവണ്ടേ. ഒരിക്കലും നമുക്ക് കണക്റ്റ് ആവണില്ല. ഇത് എന്താടേ കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ് ക്രിഞ്ച്. അതന്നെയാണ്, വെറും ഒരു ക്രിഞ്ച്. ഞാൻ പറയാം ഈ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള അവിടെ പ്രശ്നക്കാരാണ്, ഏറ്റവും വലിയ പ്രശ്നക്കാരവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളിനെ ആയിക്കോട്ടെ, വേട്ടകളായിക്കോട്ടെ, എല്ലാം ആ നാടിനെ തന്നെ അപമാനമായിട്ട് തരത്തിലുള്ള രീതിയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ആ പെരുമാറിക്കൊണ്ടിരിക്കുന്നവരിനെ തല്ലുമ്പോൾ, അല്ലെങ്കിൽ ഈ നായകനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളിനെ തല്ലി ലെവലില്ലാണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓ ഇത് എൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ കാമുകൻ ഇങ്ങനെ അടിപിടിയായിട്ട് നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, ആ രീതിയിൽ നമുക്ക് ഈ ബന്ധം വേണ്ട, നമുക്ക് പോവാന്നൊക്കെ പറയും. ഓഹ് ഇതൊക്കെ കാണുമ്പോഴുള്ളൊരവസ്ഥയുണ്ടല്ലോ. ഇന്ന് വിളിക്ക് ക്രിഞ്ച് ഡയലോഗില്ല, പക്ഷെ കാണിക്കുന്നതെല്ലാം ക്രിഞ്ചുകളാണ് എല്ലാം. പിന്നെ ഇൻ്റർവ്യൂവിൽ വരെ കൊണ്ട് എത്തിച്ചത് ഒരു ലെവലിൽ വരെ കൊണ്ടെത്തിച്ച് നിർത്തി. ഇൻ്റർവ്യൂ ശേഷം പിന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതെല്ലാം. ക്ലൈമാക്സിലും അത് തന്നെയാണ്. പിന്നെ ജയറാം ലാഫിങ് തെറാപ്പിസ്റ്റ് ഡോക്ടറാണ്, ചിരിമരുന്നിന് വേണ്ടി നടക്കുന്ന ആൾ. വെറും സീറോ, ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല. വെറും പൂജയായിട്ട് നിന്നു നമ്മുടെ ജയറാം. കുറേ മലയാളത്തിൽ കുറേ നടന്മാർ, ഒരു നടി ഉണ്ടായിരുന്നു, സോസികയുണ്ട്. പിന്നെ സോസിക അമ്മയായിട്ട് അഭിനയിച്ചത്. പിന്നെ പുള്ളിക്കാരൻ്റെ കുട്ടി ഫ്ലാഷ് ബാക്ക് ഫസ്റ്റ് കാണിക്കുന്നത്, കുട്ടിക്കാലം കാണിക്കുന്നതെല്ലാം സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സൂര്യൻ്റെയും ജോജുവിൻ്റെയൊക്കെ ഒരു ഇത് കണക്റ്റ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്ന് ഇവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി എത്തിയപ്പോൾ തൊട്ട് പടം ഭയങ്കര രീതിയിൽ നമുക്കങ്ങനെ എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്ന്. പടം 2.25 മണിക്കൂർ 2.3 മിനിറ്റ് ഒക്കെ ഉണ്ട്. 3 മണിക്കൂറിൻ്റെ തൊട്ടടുത്ത് വരെ ഈ പടമുണ്ട്. കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നി ഈ പടം. അങ്ങനെയാണ്, അതൊരു വൺ ടൈം വാച്ചബിളാണ്, അല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇതുവരെ സൂര്യൻ്റെ ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ട അങ്ങനെ ചെയ്തു കൊടുത്ത പോലെയുണ്ട്. അതാണ് പറഞ്ഞത്. നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട സബ്ജക്റ്റ് ആയിരുന്നു. അതിനിങ്ങനെ ഒരു മറ്റവിടുത്തെ രീതിയിലാക്കി കൊണ്ടുപോയത് അത് എന്താണെന്ന് ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് അറിയില്ല. ഡയറക്ടറിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളും ആ പള്ളിക്ക് പറയേണ്ട പൊളിറ്റിക്സൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നമുക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. വെറുതെ എന്തൊക്കെയൊക്കെയോ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചെന്നാണ്. പക്ഷേ എല്ലാവരും ജിഗിരുന്ന 2 ഒക്കെ ഭയങ്കര രീതിയിലേക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രീതിയിലൊക്കെ റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ പടം എനിക്ക് കണക്റ്റ് ആയിട്ടില്ല. അത് ജിഗിരുതണ്ട 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയുള്ളൊരു സെറ്റപ്പ് തന്നെ. ഞാൻ പറഞ്ഞില്ല ഈ പടം വേറെ ഒരു പടമായിട്ട് നമ്മൾ സ്റ്റോറി ലൈൻ ഒന്നും തന്നെ പറയണില്ല. പുലി എന്ന് പറഞ്ഞ സിനിമൻ്റെ വേറൊരു വേർഷനാണ് ഈ ഒരു പടം. അതുകൊണ്ട് വൺ ടൈം വാച്ചബിളാണ്. ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഇല്ല. ഇനി ലാലേട്ടൻ തന്നെ തുടരും.